ലോഗ് സാരേ ലോഗ് ബോലിയേ. എല്ലാവരും പറയൂ, ഉറക്കെ പറയൂ, മനസ്സിൽ നിന്ന് വരട്ടെ. ഹിന്ദി ബാത് കർണ ആസാൻ ഹേ, ആസാൻ ഹേ. കേരളത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അന്യ സംസ്ഥാന തൊഴിലാളികള് അന്യഗ്രഹ ജീവികളൊന്നുമല്ല, അവർ അതിഥി തൊഴിലാളികളാണ്. യഹി ഹേ മേരി ജിന്ദഗി, യഹി ഹേ മേരി ജിന്ദഗി. ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ ജീവിതം. ഓക്കെ, നമുക്കും പറയാം, ഭായ് സാബ് യഹി ഹേ മേരി ജിന്ദഗി. मेरे भाइयों दोस्तों, कैसे हैं आप लोग? ठीक है ना? मैं भी ठीक हूँ. हिंदी उर्दू लेसन की दूसरे पार्ट में हैं हम. आपका स्वागत है. आइए भैया, आइए, आपका स्वागत है. ഹിന്ദി ഉറുദു ക്ലാസിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിലെ നിത്യോപയോഗ കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിച്ചത്. അത് ഉപയോഗിച്ച് നാം പഠിക്കുന്നത് PhD എടുക്കാനൊന്നുമല്ല, ഭാഷയിൽ MA ബിരുദം നേടാനൊന്നുമല്ല, ഡൽഹിയിലേക്കും ബോംബെയിലേക്കും സ്വന്തം യാത്ര ചെയ്യാനാണ്. അതുകൊണ്ട് ആജ് ബഹുത് ബഡേ ഏക് ഖുശ് ഖബരി ഹേ, ബഹുത് ബഡേ അച്ഛി ബാത്ത് ഹേ. ഇന്ന് വളരെ വലിയ ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾക്ക്. വളരെ നല്ലൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നത്. ഡൽഹിയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇതാ ലൈവിലുണ്ട്. നാം ഈ ഭാഷ അവർ പറയുന്നത് പോലെ പറഞ്ഞ് ശീലിക്കാനാണ് അങ്ങനെ നാം ലൈവിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ ദോസ്തോ, യെ സുൻ കെ സഹി തറ ആപ് ബാത് കർ ലീജിയേ. നന്നായി കേട്ട് ഇതുപോലെ നിങ്ങൾ സംസാരിക്കണം. ഓക്കെ, ആദ്യമായി ജാവേദ് സാബിനെ നാം ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹം ലൈവിൽ നിൽക്കുകയാണ്. അതിനു മുമ്പ് जावेद साहब देखिए, आपके आवाज सारे लोग सुन रहे हैं. अभी आपकी आवाज सारे लोग सुन रहे हैं. ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, സുൻ രഹാ ഹേ. ആപ്കി ആവാസ്, താങ്കളുടെ ശബ്ദം, സാരേ ലോഗ്, എല്ലാവരും സുൻ രഹേ ഹേ എന്ന് പറയുന്നതിന് പകരം സുൻ രേ എന്നാണ് സംസാരിക്കുമുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് സംസാര ഭാഷ എങ്ങനെ പ്രയോഗിക്കണമെന്ന കൃത്യമായ ഒരു ഉപയോഗം പഠിപ്പിക്കാൻ ട്രെയിനിങ് അനിവാര്യമാണ്. അതാണ് ഇന്ന് നാം അദ്ദേഹവുമായി സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം, അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഡൽഹിയിൽ നിന്നാണ്, നിങ്ങൾക്ക് ഡൽഹിക്ക് പോകണ്ടേ? ഇതാ ഡൽഹിയിൽ നിന്ന് ജാവേദ് സാബ് ഇന്ന് വന്നിരിക്കുകയാണ്. ജാവേദ് സാബ് നമസ്കാർ ജി, कैसे हैं आप? जी मैं ठीक हूँ, और आप कैसे हैं? मैं भी ठीक हूँ. अभी आप कहाँ से बात करते हैं? मैं दिल्ली से हूँ, दिल्ली से बात कर रहा हूँ. क्या काम करते हैं आप? मैं एक ऑफिस में काम करते हूँ. अच्छा, गवर्नमेंट ऑफिस में है क्या? नहीं जी, एक प्राइवेट कंपनी का अकाउंटेंट हूँ. देखिए जावेद साहब, आप अपने बारे में थोड़ा तारुफ दीजिए और आपकी डेली लाइफ के बारे में थोड़े बता दीजिए. ठीक है जनाब, कोई बात नहीं. मैं हूँ जावेद, मैं दिल्ली से हूँ. एक प्राइवेट कंपनी का ऑफिस में काम कर रहा हूँ. डेली सुबह 9 बजे ऑफिस जाता हूँ, शाम को 5 बजे घर वापस आता हूँ. हर दिन रात 8 बजे खाना खाता हूँ, जल्दी सोता हूँ. यही है मेरी ज़िंदगी. बहुत शुक्रिया आपका, बहुत शुक्रिया. फिर मिलेंगे. ओके जनाब, धन्यवाद. खुदा हाफिज. ഡൽഹിയിൽ നിന്ന് ജാവേദ് സാവുമായി നാം നടത്തിയ ഈ കോൺവെർസേഷൻ, അത് നിങ്ങൾക്ക് അനുകരിച്ച് പഠിക്കാനുള്ള ഒരു ലെസനാണ്, ഒരു പാഠമാണ്. ആദ്യമായൊരു ഭാഷ കേട്ട് പഠിക്കുക, പിന്നീട് അനുകരിച്ചു പറയുക. ഇതാണ് ഒരു ഭാഷയുടെ പ്രധാനം. അതല്ലാതെ ആ ഭാഷയുടെ നാനാഭാഗങ്ങളും പഠിച്ചിട്ട് പറയുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഈ ഭാഷാ പഠനത്തിലെ സുപ്രധാനമായൊരു ഘടകം കോൺവെർസേഷനാണ്. അതിലേറ്റവും ആദ്യത്തത്
ഒരാളെ മാന്യമായി പരിചയപ്പെടുകയാണ്. അത് നാം നടത്തി കഴിഞ്ഞു. അതെങ്ങനെ പരിചയപ്പെടാൻ ഉപയോഗിക്കണം പദങ്ങളെന്ന് നേരത്തെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അവിടെ മേ കർത്താ ഹേ, മേ കാം കർത്താ ഹേ എന്ന് തെറ്റായി ഒരാളും എൻ്റെ ക്ലാസ് കേൾക്കുന്നവർ പറയാനേ പാടില്ല. മേ ദില്ലി മേ കാം കർ റഹാ ഹൂം, മേ ദില്ലി മേ കാം കർത്താ ഹൂം, മേ ടീച്ചർ ഹൂം എന്ന് പറയണം. അദ്ദേഹം പറഞ്ഞില്ലേ മേ ജാവേദ് ഹൂം, അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താണ്? മേ ഹൂ ജാവേദ്, മേ ഹൂ ജാവേദ്. കാരണം നമ്മൾ ജാവേദിനെ കുറിച്ച് ആദ്യം പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞാണ് ഞാനാണ് ജാവേദ്, മേ ഹൂ ജാവേദ്. അതല്ലെങ്കിൽ ഞാൻ ജാവേദ് ആണ്, മേ ജാവേദ് ഹൂ, മേ എക് ടീച്ചർ ഹൂ, ഗവൺമെന്റ് ഓഫീസ് മേ കാം കർത്താ ഹൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾ ഗവൺമെന്റ് ഓഫീസിലാണോ? അല്ലല്ല, ഒരു ഗവൺമെന്റ് ഓഫീസ് മേ നഹീ ഹെ, യേ കമ്പനി മേ കാം കർത്താ ഹൂ, കർ റഹാ ഹൂ. ഓക്കെ, ഇത്ര നന്നായി അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങളൊന്ന് അനുകരിച്ച് സെയിം രീതിയിൽ തത്തുല്യമായി പറഞ്ഞ് പഠിക്കുക എന്നതാണ്. കഴിഞ്ഞ ക്ലാസ് കേട്ടപ്പോഴേക്ക് ഒരാള് മെസ്സേജ് അയച്ചിരുന്നു, വളരെ സന്തോഷകരമായ ചില മെസ്സേജുകൾ. നിങ്ങൾ കമന്റ് ബോക്സിൽ കാണാം, എനിക്ക് പ്രൈവറ്റായും പലരും മെസ്സേജ് അയക്കുന്നു. ഈ ഭാഷ ഇത്ര എളുപ്പമായിരുന്നോ? ഒരാൾ ചോദിക്കാണ്, ഈ ഭാഷ ഇത്ര എളുപ്പമായിരുന്നോ? അതെ സുഹൃത്തെ, ഈ ഭാഷ ഇത്ര എളുപ്പമാണ്. ये आसान है, हिंदी बात करना आसान है, ഉറുദു ബോൽന ആസാൻ ഹേ. आप लोग सारे लोग बोलिए, എല്ലാവരും പറയൂ, ഉറക്കെ പറയൂ, മനസ്സിൽ നിന്ന് വരട്ടെ. ഹിന്ദി ബാത് കർണ ആസാൻ ഹേ, ആസാൻ ഹേ, ആസാൻ ഹേ. ഇത് പറഞ്ഞ കെട്ട് തീരണം. ഇത് എളുപ്പമാണ്, ഇത് എളുപ്പമാണ്, ഇത് വളരെ ഈസിയാണ് എന്ന് മനസ്സിൽ നിന്ന് വരണം. അതെ, ഈ ജസ്ബാ സേ ഹം ആഗെ ചലേംഗെ, ഈ ജസ്ബാ സേ ഹം ആഗെ ബഡേംഗെ. ഈ മനോധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതെ, ഉറുദു ഹിന്ദി ഭാഷ സംസാരിക്കുന്നത് വളരെ ലളിതമാണ്, വളരെ ഈസിയാണ് എന്ന് നിങ്ങൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. നാം ഒരു വില്ലേജിലൂടെ പോവുകയാണ്. ഒരു ഡൽഹിയിലുള്ള ഒരു സാധാരണ ഗ്രാമീണരുടെ വില്ലേജിലൂടെ, ഗ്രാമത്തിലൂടെ പോവുകയാണ്. ഹം അഭി ഏക് ഗാവൂ സേ ചൽ രഹേ ഹേ. ഒരു വില്ലേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ഒന്ന് സങ്കല്പിക്കുക, ഇമാജിനേഷൻ ചെയ്യണം. നിങ്ങളൊന്ന് മനസ്സിൽ കാണണം. പലരും കളിക്കുന്നു, കുട്ടികൾ പലരും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു, പലരും ജോലി ചെയ്യുന്നു. നിങ്ങൾ കാറിൽ വന്നിറങ്ങിയതാണ്. അവർക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കാനോ മറ്റോ പോയതാണ്. അവിടെ ചെന്ന് നിങ്ങൾ അവരോട് പറയുന്നു, അയ്യേ ദോസ്തോ, അയ്യേ. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. അയ്യേ ദോസ്തോ, സുഹൃത്തുക്കളെ വരൂ. ബയ്യോ അയ്യേ, നിങ്ങൾ വരൂ. ആപ്പ് എന്ന് കൂട്ടുമ്പോൾ അവരെ അയ്യേ എന്ന് പറയണം. ബേട്ട അയ്യേ. ഒരു കുട്ടിയെ നിങ്ങൾ ബഹുമാനിച്ചത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. പക്ഷെ മാന്യമായി നിങ്ങൾ പരിചയമില്ലാത്തൊരു കുട്ടികളെയൊക്കെ അങ്ങനെ വിളിക്കലാണ് ഏറ്റവും ഉത്തമം. ബേട്ട അയ്യേ, ബേട്ട അയ്യേ, ബേട്ട മേഡം അയ്യേ, അയ്യേ ബൈഠിയേ, ദേഖിയേ ബേട്ട, ചെലിയേ. ഇത് ഒരു കൽപ്പന സ്വരത്തിൽ പറയുന്നതാണ്. അപ്പോൾ കോൺവെർസേഷനിലെ രണ്ടാം പാർട്ട് നാം മനസ്സിലാക്കുമ്പോൾ ഒരാളെ വിളിച്ച് വരാൻ പറയുന്നതാണ്. അത് കൽപ്പനാസ്വരത്തിൽ പറയുമ്പോൾ ബഹുമാനത്തോടെ ആദരവോടെ പറയുന്ന ആപ്പ് ചേർത്തിക്കൊണ്ടാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ അതിലെ നിങ്ങൾ മനസ്സിലാക്കുക, നാം നേരത്തെ പഠിച്ച 12-ലധികം പദങ്ങൾ ഉണ്ടല്ലോ. ബോൽന, ബോലിയേ, ചെൽന, ചെലിയേ, ദേഖ്ന, ദേഖിയേ, ഖായിയേ, പീലിജിയേ എന്നിങ്ങനെ പറയാൻ പഠിക്കുക. അപ്പോൾ ഒരു കോൺവെർസേഷനിലെ സുപ്രധാനമായ രണ്ടാമത്തെ പാർട്ട് കൂടി നാം പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നാം ചില പദങ്ങളെ എക്സ്ട്രാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം, നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ ഇന്ന് മുതൽ ഒരു ഹിന്ദി വില്ലേജിലൂടെ, ഒരു ഡൽഹി വില്ലേജിലൂടെ നിങ്ങൾ നടക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കുകയും ആ മനസ്സിന്റെ സങ്കല്പമനുസരിച്ച് അവരുമായി സംസാരിക്കുന്നതിനെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുകയും ചെയ്യണം. പോകുന്നു, കുറെ ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യേ സാബ് ദേഖിയേ, ഹമാരാ സാത്ത് ആകെ ബൈഠിയേ എന്നിങ്ങനെ ചോദിക്കാം, പറയാം അവരോട്. അത് മേ കേരള സേ ആ രഹാ ഹൂം, मैं सईद हूँ, मैं एक टीचर हूँ,
मैं आपको देखने के लिए आ रहा हूं. വരുന്നു എന്നാണ്. आपको देखने के लिए, आपसे मिलने के लिए आ रहा हूं എന്നിങ്ങനെ നിങ്ങൾ പഠിച്ച പാഠത്തിൽ നിന്ന് അവരുമായി സംസാരിക്കാനുള്ള വിശാലാർത്ഥത്തിലുള്ള പദങ്ങളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് പറയാനുള്ളത്, ഹിന്ദി വാക്കുകൾ വലിയ ടൈറ്റ് പദങ്ങൾ കുറേയുണ്ട്. ഉറുദുവിൽ അറബിയുമായി ബന്ധപ്പെട്ട ധാരാളം പദങ്ങളുണ്ട്. അത്തരം പദങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. നിങ്ങൾ ഡിക്ഷണറിയിൽ ഒന്നും കാണാത്ത പദം ഉപയോഗിച്ചാൽ മതി. ഞാൻ പറയാം, നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, ആപ് കമ്പനി മേ, പ്രൈവറ്റ് കമ്പനി മേ കാം കർത്തേ ഹൈ ക്യാ, ആപ് ഗവൺമെന്റ് ഓഫീസ് മേ കാം കർത്തേ ഹൈ കാ. ഇവിടെയൊക്കെ കമ്പനി, ഇതിനൊക്കെ മറ്റു പല പദങ്ങളും ഉണ്ടാവാം. പക്ഷേ ഹിന്ദി ഉറുദു ഭാഷ സംസാരിക്കുന്ന ഉറുദു ലോഗ്, സാരെ ലോഗ്, ഇംഗ്ലീഷ് വേർഡ്സ്, ഇംഗ്ലീഷ് അൽഫാസ്, ബഹുത് അംഗ്രേസി അൽഫാസ്, അങ്ങനെ പറയണം കേട്ടോ. അവർ പറയുമ്പോൾ അംഗ്രേസി അൽഫാസ് ബഹുത് സാരെ ലോഗ് ദോനെ ജ്യാദതി തൗർ പർ യൂസ് കർ രഹേ ഹൈ. ഇംഗ്ലീഷ് പദങ്ങൾ അവർ ധാരാളം ഉപയോഗിക്കുന്നു. നിങ്ങൾ മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെ അവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പഠിച്ചു വെച്ചാൽ മതി. ഉദാഹരണം, കാറ്, ബസ്, സീറ്റ്, ഡ്രൈവർ, ഡ്രൈവിങ്, സീറ്റ് ബെൽറ്റ്, വാച്ച്, ഇങ്ങനെ തുടങ്ങി എത്രയെത്ര പദങ്ങൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം പദങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അതിന് ഹിന്ദി വാക്ക് നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടതേ ഇല്ല എന്ന കാര്യം കൂടി ഉണർത്തുമ്പോൾ വലിയ ഒരു ഭാഷയുടെ കലവറ തന്നെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ പറയാറുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചിലർ അങ്ങനെ കഴിഞ്ഞ കമന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലുണ്ട് പറയാൻ കിട്ടുന്നില്ല. ജിഹിൻ മേ ഹേ ബോൽ നഹീ പാ രഹേ, ജിഹിൻ മേ ഹേ ബോൽ നഹീ സക്തേ ഹേ. ജിഹിൻ മേ നമ്മുടെ മനസ്സിലുണ്ട്, ബോൽ നഹീ സക്തേ അല്ലെ ബോൽ നഹീ പാ രഹേ, പറയാനാകുന്നില്ല, പറയാൻ സാധിക്കുന്നില്ല. कोई बात नहीं, अल्फाज तो आपको पता है तो बोल सकते हैं, जज्बा से बोलिए. അൽഫാസ് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ പറയാൻ സാധിക്കും. ജസ്ബാസെ ബോലിയെ, നിങ്ങൾ മനധൈര്യത്തോടുകൂടെ പറയുക. തെറ്റൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കേരളത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അന്യ സംസ്ഥാന തൊഴിലാളികള് അന്യഗ്രഹ ജീവികളൊന്നുമല്ല, അവർ അതിഥി തൊഴിലാളികളാണ്. അവരോട് സ്നേഹത്തോടുകൂടെ ഒരു ഹിന്ദിക്കാരനെ കാണുമ്പോൾ ബൈ ആയിയേ ബൈ സാബ് ബൈഠിയേ യഹാ കാം കർ ലീജിയേ ബോലിയേ ആപ്കോ ക്യാ ചാഹിയേ ബോലിയേ സാബ് എന്നിങ്ങനെ അതിഥിയായ അദ്ദേഹത്തോട് സംസാരിച്ച് നിങ്ങൾ പരിശീലിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ചതില് നെക്സ്റ്റ് പാർട്ട് ആപ്പ് ചേർത്ത് ആദരപൂർവം ഒരാളോട് അപേക്ഷിക്കുന്നത് നാം പഠിച്ചു. ഓക്കെ, അഞ്ചാമത്തെ ഒരു സംഗതി കൂടി ഇന്ന് പഠിച്ചത്, നിങ്ങൾക്കറിയാവുന്ന സാധാരണ ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ആ സാധാരണ പദങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് പോവാം. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കറ്റ് എന്ന് പറയും, മേ മാർക്കറ്റ് ജാ രഹാ ഹൂം. മാർക്കറ്റ് എന്നുള്ള ഹിന്ദി അല്ല, അത് ഇംഗ്ലീഷാണ്. മേ ബസാർ ജാ രഹാ ഹൂം എന്ന്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ മാർക്കറ്റ് എന്നാ പറയാറില്ല. അപ്പൊ നമ്മൾ ബസാറും തിരഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. मैं बाजार जा रहा हूं, बाजार से मैं आपको ये चीज ले रहा हूं എന്നൊന്നും പറയണ്ട. മാർക്കറ്റ് സെ मैं लेता हूं ले रहा हूं എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസാര ഭാഷയിൽ എന്താണോ ഇന്ന് ഉപയോഗിക്കുന്നത് സിമ്പിളായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത് നിങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുക. ഓക്കെ, അപ്പോൾ അതിലുള്ള ഇംഗ്ലീഷ് പദങ്ങളെ നിങ്ങൾ ധാരാളമായി നിങ്ങൾ കണ്ടെത്തി അത് ഉപയോഗിച്ച് പഠിക്കുക. ഓക്കെ, അതിലൂടെ നിങ്ങളൊരു വാക്യം ഉണ്ടാക്കാൻ മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ അവസാനത്തിൽ ജാവേദ് സാബ് പറഞ്ഞ ഒരു പോയിന്റ് കൂടിയുണ്ട്, യഹി ഹേ മേരി ജിന്ദഗി, യഹി ഹേ മേരി ജിന്ദഗി, ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ ജീവിതം. ഓക്കെ, നമുക്കും പറയാം, ഭായ് സാബ് യഹി ഹേ മേരി ജിന്ദഗി. അതുകൊണ്ട് ഇതാ ഇന്ന് നാം ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നു, നാം ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഹിന്ദി ജബാൻ ആസാൻ ഹേ, ഉറുദു ബോൽന ആസാൻ ഹേ. ഇതായിരിക്കണം ഇനി മുതൽ നമ്മുടെ വാചകം. അതുകൊണ്ട് ഇതാ ഹിന്ദിയും ഉറുദുവും ഭാഷ സംസാരത്തിൽ ഒന്നാണെന്നും അവ മാന്യമായി സംസാരിക്കുന്ന ഒരു ഭാഷയാണെന്നും അത് ഏറ്റവും കൂടുതൽ ആപ്പ് ഉപയോഗിച്ചിട്ട് കൂട്ടി ബഹുമാനിച്ച് പറയുമ്പോഴുള്ള ഭംഗി, അതിൻ്റെ ഒരു നന്മ അത് മറ്റ് രീതിയിൽ പറയുമ്പോൾ കിട്ടില്ല എന്നും നിങ്ങൾ ആദ്യമായി ഒന്നാമത്തെ ഒരു ലെസണിൽ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. ഒക്കെ നന്നായി പഠിച്ച് മുന്നേറാൻ ഭാഗ്യമുണ്ടാവട്ടെ. ആപ്ക
धन्यवाद।